കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ തെരുവാണ് മിഠായി തെരുവ്. മിഠായി തെരുവെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ രസകരമായൊരു അനുഭൂതിയാണ് ഉണ്ടാവുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മിഠായി തെരുവിനെ പറ്റി? സാമൂഹ്യ രാജകുമാരുടെ കാലത്ത് ഗുജറാത്തി മിഠായി നിർമ്മാതാക്കളുടെ നഗരത്തിൽ കടകൾ തുറക്കാൻ ക്ഷണിച്ചതോടെയാണ് മിഠായി തെരുവിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. രാജകൊട്ടാരത്തിന് പുറത്ത് ഈ കടകൾ സ്ഥാപിച്ചിരുന്നു. അതിനാലാണത്രേ ഈ തെരുവിന് മിഠായി തെരുവെന്ന പേര് ലഭിച്ചത്. ഉസൂർ റോഡ് എന്നായിരുന്നു മിഠായി തെരുവിന്റെ ആദ്യ നാമം. പലഹാരങ്ങൾ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്ന ഈ റോഡിനെ സ്ട്രീറ്റ് മീ സ്ട്രീറ്റ് എന്നും വിളിക്കപ്പെടുന്നു. തെരുവിന്റെ ഇരുവശങ്ങളിലും ഹലുവ കടകളും തുണിക്കടകൾ കൊണ്ടും അതിമനോഹരമാണ് ഇവിടം. തെരുവും തെരുവിനെ മുറിച്ചു പോകുന്ന പാതകളും കോഴിക്കോട്ടിലെ ഏറ്റവും തിരക്കുള്ള കച്ചവട സ്ഥലങ്ങളാണ്. വളരെ പഴക്കമുള്ള ബേക്കറിയും ഈ തെരുവിലുണ്ട്. ഹലുവ കടകൾക്ക് പ്രശസ്തമായ തെരുവിന് പേര് നൽകിയത് യൂറോപ്പുകാരാണത്രേ. യൂറോപ്യന്മാർ കോഴിക്കോടൻ ഹലുവയെ സ്ട്രീറ്റ് മീറ്റ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇവിടെ ലഭിക്കുന്ന കോഴിക്കോടൻ ഹലുവയും നേന്ത്രക്കാ ഉപ്പേരിയും വളരെ പ്രശസ്തമാണ്. ഇരുവശങ്ങളിലും പുതിയതും പഴയതുമായ കെട്ടിടങ്ങളുടെ നീണ്ട നിരയാണുള്ളത്. പോർച്ചുഗീസുകാരുടെ കാലത്ത് പണിതീർത്ത കെട്ടിടങ്ങളും ഇവിടെയുണ്ട്. ഈ തെരുവിന്റെ ഒരു ഭാഗത്തായി സാമൂതിരിയുടെ നാണയം അടിക്കുന്ന കമ്മട്ടം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് ഹലുവയാണ് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തവും പ്രാധാന്യവുമായിട്ടുള്ളത്. മിഠായി തെരുവിന് പേര് വരാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. അതിവിടത്തെ മധുരമേറിയതും കാണാൻ വളരെ മനോഹരവുമായ സ്വാദിഷ്ടമേറിയതുമായ ഹലുവ തന്നെയാണെന്ന് പറയപ്പെടുന്നു. സാധാരണ ഹലുവകൾ മാത്രമല്ല, അതിനു പുറമെ കാരറ്റ്, പൈനാപ്പിൾ, ഓറഞ്ച്, പപ്പായ തുടങ്ങിയ ഉപയോഗിച്ചുള്ള പല നിറങ്ങളടങ്ങിയ ഹലുവകളും ഓരോ കടകളിലും വിൽക്കപ്പെടുന്നു. മലബാർ ചിപ്സ് എന്നറിയപ്പെടുന്ന വറുത്തകാടൻ ഇവിടത്തെ വിശിഷ്ടമായ മറ്റൊരു വിഭവമാണ്. ഉപ്പേരി മാത്രം മറക്കുന്ന 100-ലധികം കടകൾ തന്നെ ഇവിടെയുണ്ട്. ഉത്സവകാലങ്ങളിൽ മിഠായി തെരുവിൽ നിന്നും ഹലുവകൾ വാങ്ങാൻ പുറത്തുനിന്ന് ഒട്ടേറെ പേർ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഈ തെരുവിന്റെ പ്രശസ്തിക്ക് പിന്നിൽ കോഴിക്കോടൻ ബിരിയാണിക്കും പങ്കുണ്ട് കേട്ടോ. മിഠായി തെരുവുകളുടെ ഹോട്ടലുകളിൽ സ്വാദിഷ്ടമായ ബിരിയാണി കഴിക്കാൻ പണ്ട് കാലം മുതലേ ആളുകൾ എത്തിയിരുന്നു. ആ പതിവ് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും കൂടുതൽ വിൽപ്പനശാലകളുള്ള സ്ഥലമാണ് മിഠായി തെരുവ്. ഹൽവയും മിഠായികളും വിൽക്കുന്ന കടകളായിരുന്നു മിഠായി തെരുവിൽ കൂടുതലായി ഉണ്ടായിരുന്നതെങ്കിലും പക്ഷേ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതലായി തുണിക്കച്ചവടമാണ് കണ്ടുവരുന്നത്. ഖാദി എംസൂര്യവും മിഠായി തെരുവിലാണ് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ഖാദി എംസൂര്യങ്ങൾ ഒന്നാണ് ഇത്. വിവിധ ഇനങ്ങളിൽപ്പെട്ട ഒട്ടേറെ വിഭവങ്ങൾ മിഠായി തെരുവിൽ നമുക്ക് കാണാൻ സാധിക്കും. തെരുവിന്റെ കലാകാരൻ SK പൊറ്റക്കാടിനുള്ള ആദരവാണ് ഈ തെരുവിന്റെ മറ്റൊരു ആകർഷണം. അദ്ദേഹത്തിന്റെ നോവലിലെ കഥാപാത്രങ്ങളായ ONV ഉൾപ്പെടെയുള്ളവരും ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്.